ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ബ്ലോക്ക് 1 കോഗ്നേറ്റീവ് സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ഒന്നുമില്ല. എന്താണ് കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ പെർസീവ്, ലേൺ, റിമെമ്പർ ആൻഡ് തിങ്ക് അബൌട്ട് ഇൻഫർമേഷൻ. ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു, ഒരാൾ എങ്ങനെ പഠിക്കുന്നു, ഒരാൾ എങ്ങനെ ഓർക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോഗ്നേറ്റീവ് സൈക്കോളജിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരാൾ ചിന്തിക്കുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമേഷൻസ് പ്രോസസ് ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് മെമ്മറി, പ്രോബ്ലം സോൾവിങ്, പെർസെപ്ഷൻ, ലാംഗ്വേജ് അക്വിസിഷൻ, അറ്റൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് കോഗ്നേറ്റീവ് സൈക്കോളജി. ഇനി നമ്മുടെ ദിവസങ്ങളിൽ, നമ്മൾ ഓരോ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കോഗ്നേറ്റീവ് സൈക്കോളജി എങ്ങനെ നമുക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൂഫ് റീഡിംഗ് എറേഴ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു വർക്കൊക്കെ ചെയ്തിട്ട് ഒരു മേജർ എറർ ഉണ്ട്, നമ്മൾ ആദ്യം നോക്കുമ്പോൾ കാണില്ല, പക്ഷെ നമ്മൾ പിന്നെ നമ്മളല്ലാതെ വേറെങ്കിലും നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നെ അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ കാണുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ നോക്കിയത് വലിയ തെറ്റുകളോ കുറ്റങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും, അത് തെറ്റുകളൊന്നും ഇല്ല, അത് ഓക്കെ ആണെന്ന് പറഞ്ഞു വിടും. പക്ഷെ വേറെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് വലിയൊരു തെറ്റിനെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഈ ഒരു കോഗ്നേറ്റീവ് സൈക്കോളജിയുടെ ഭാഗമാണ്. ആൻഡ് ടേക്കിംഗ് നോട്ട് വൈൽ ലിസണിങ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് ഒരേ സമയത്ത് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ അതായത് നമുക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്ലോറിംഗ് ഒക്കെ നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. നെക്സ്റ്റ്, റീകാളിംഗ് എ ഫോൺ നമ്പർ. ഇപ്പോൾ നിങ്ങളോട് നമ്പർ ഞാൻ പറയുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറും വെച്ച് എഴുതി എടുക്കുവാണെന്ന് വെച്ചോളൂ. അതിനുശേഷം നിങ്ങൾ ആ ഒരൊറ്റ ഓർമ്മയിൽ നിങ്ങൾ ഡയൽ ചെയ്യുവാണ്. ആ ഡയൽ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളത് മറന്നു. അത് ഷോർട്ട് ടേം മെമ്മറിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും കൂടുതലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് എന്ത്, കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന് നമുക്ക് പറയാം. ഒരു സിമ്പിൾ ഭാഗമാണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പിന്നെ പ്രോബ്ലം സോൾവിങ് ആണ്. സോ നമ്മളിപ്പോൾ വലിയ വലിയ പസിൽസുകളും പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ആ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? അത് ഇൻക്യുബേഷൻ എഫക്റ്റ് എന്നാണ് പറയുക. അതായത് നമ്മളിപ്പോൾ വലിയ വലിയ പസിൽസുകളോ പ്രോബ്ലമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രെയിൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആയ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതിനെ ഇൻക്യുബേഷൻ എഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ എന്താണ് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ചെയ്യുന്ന രീതിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പെർസെപ്ഷൻ ഓൺ ഫോഗി ഡേയ്സ് ആണ്. അതായത് ഈ ഫോഗി ഡേയ്സ് ഇപ്പം നമുക്ക് ആക്ച്വലി ഇന്ത്യയിൽ അങ്ങനെ ഫോഗൊന്നും ഇല്ല. ബേസിക്കലി നമുക്ക് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഈ ഫോഗി ഡേയ്സുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ദൂരെ കാണുന്ന സ്ഥലങ്ങൾക്ക് അടുത്ത് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ പേടിച്ചു പോകാറുണ്ട്. സോ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതാണ്, ഇത് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഒരു മുൻവിധിയോടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. സോ ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. സോ കീ പോയിന്റ്സ് ഫ്രം ദി എക്സാമ്പിൾസ് ആണെങ്കിൽ ഫെയിലിയർ ഓഫ് മെന്റൽ പ്രോസസ്. അതായത് നമ്മൾ ചില സമയത്ത് നമ്മുടെ മെന്റൽ പ്രോസസ്സിലൊക്കെ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്, എംബാരസിങ്, ഡേഞ്ചറസ് ഒക്കെ ആവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫോക്കസ് ഓൺ മെന്റൽ ഫിനോമിനയാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും കോഗ്നേറ്റീവ് സൈക്കോളജി നമ്മുടെ മെന്റൽ ഫിനോമിനൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റിസർച്ച് മെത്തേഡ് ഇൻ കോഗ്നേറ്റീവ് സൈക്കോളജി. സോ ഒരു റിസർച്ച് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അല്ലെങ്കിൽ റിസർച്ചിന്റെ ആവശ്യം നമുക്ക് അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത്, റിസർച്ച് മെത്തേഡ്സ്, അല്ലെങ്കിൽ നമ്മൾ റിസർച്ചുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ അതിൽ തന്നെ ഡിഫറെന്റ് റിസർച്ച് മെത്തേഡ്സുകളുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു റിസർച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ ഗോൾസുകൾ വേണം. ഡേറ്റ ഗ്യാതറിങ്, അതായത് നമ്മൾ ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റും ഒക്കെ ചെയ്തുകൊണ്ട് പല ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡേറ്റ അനാലിസിസ്, നമ്മളെ കയ്യിൽ കിട്ടിയ ഡേറ്റ വെറുതെ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ നോക്കിയിട്ട് അത് പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ ഒക്കെ അനാലിസ് ചെയ്യേണ്ട ആവശ്യമാണ്. ആൻഡ് തിയറി ഡെവലപ്മെന്റ്, നമ്മുടെ കയ്യിൽ കിട്ടിയ ഡേറ്റാസ് വെച്ചുകൊണ്ട് നമ്മൾ മോഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോഗ്നേറ്റീവ് പ്രോസസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന മോഡൽസുകളായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആണ്.
സോ ഡെവലപ്പിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ തിയറീസ് വെച്ചിട്ട് നമ്മൾ ഡെവലപ്പിംഗ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കുമായിരിക്കും ചെയ്യേണ്ടാവുക. ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, കാര്യം ഇത് ചെയ്താൽ മാത്രം പോരല്ലോ, ഇത് നടക്കുമോ, ഇതുള്ളതാണോ നമ്മൾ അറിയണമല്ലോ. സോ കണ്ടക്ടിങ് എക്സ്പെരിമെന്റ് ടു കൺഫേം ഓർ റിഫ്യൂട്ട് ഹൈപ്പോത്തസിസ്, ഒന്നുകിൽ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ആപ്ലിക്കേഷൻ, നമ്മൾ റിയൽ വേൾഡ് സെറ്റിംഗ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പഠിക്കുന്ന ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിലൊക്കെ പഠിക്കുന്ന പല പോർഷൻസും ആരെങ്കിലും ഒക്കെ റിസർച്ച് ചെയ്തതിൻ്റെയൊക്കെ പോർഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടാവുക. സോ അതേപോലെ തന്നെയാണ് റിസർച്ചിന്റെ മെയിൻ ഗോൾ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോയാൽ മതിയാകും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്റ്റിങ്റ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ്. ഇനി എന്തൊക്കെ മെത്തേഡ്സുകൾ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ലബോറട്ടറി എക്സ്പെരിമെന്റ്. സോ ലബോറട്ടറി എക്സ്പെരിമെന്റ് എന്ന് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കൺട്രോൾഡ് ആയിരിക്കും അല്ലേ. കാര്യം ഒരു ലാബിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ മാനിപ്പുലേഷൻ നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. സോ അവിടെ തന്നെ കൺട്രോൾഡ് എക്സ്പെരിമെന്റ് സെറ്റിംഗ്സ് ആയിരിക്കും ആൻഡ് റിസർച്ചേഴ്സിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, അതായത് ഫാക്ടേഴ്സ് ദാറ്റ് റിസർച്ചേഴ്സ് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരു സ്പെസിഫിക് ടെസ്റ്റ് മാത്രം കൊടുക്കണം മെമ്മറി അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ, ഇവിടെ ഔട്ട്കം മെഷറിംഗ് റെസ്പോൺസ്. സോ ഔട്ട്കം എല്ലാം മെഷറിംഗ് റെസ്പോൺസിലായിരിക്കും ടു ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ വേരിയബിൾ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ഓൺ എക്സ്പെരിമെന്റ് വെച്ചാൽ വളരെ മിനിമൈസ്ഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഉണ്ട്, പക്ഷേ ഇറ്റ് വിൽ ബി മിനിമൈസ്ഡ് ആയിരിക്കും. അപ്പം ഈ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. റിസർച്ചേഴ്സ് ചില സമയത്ത് സാമ്പിളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് മാനിപ്പുലേഷൻ ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ല. എന്നാൽ തന്നെയും മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. കാര്യം ചില റിസൾട്ടുകളൊക്കെ ഔട്ട്കം വരണം എന്നുണ്ടെങ്കിൽ നാച്ചുറലി അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷണൽ സ്റ്റഡി നമുക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ വെറുതെ നമുക്ക് കുറച്ച് ആൾക്കാർ ഒബ്സർവ് ചെയ്ത് പഠിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പം റിസൾട്ട് വരുന്ന ഔട്ട്കം ഒരുപോലെ ആകണം എന്നില്ല. ഔട്ട്കം ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാനിപ്പുലേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ സൈക്കോബയോളജിക്കൽ റിസർച്ച് ആണ്. സോ സൈക്കോബയോളജിക്കൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയും കോഗ്നേറ്റീവ് പെർഫോമൻസ് തമ്മിലുള്ള ഒരു ബന്ധം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ്, ബ്രെയിൻ ഇമേജിംഗ് ഫോർ കോഗ്നേറ്റീവ് ഡെഫക്ട്സ് ആൻഡ് റിയൽ ടൈം ബ്രെയിൻ ആക്റ്റീവ് മോണിറ്ററിംഗ്. സോ ഇതിൽ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. റിയൽ ടൈം ബ്രെയിൻ ആക്ടിവിറ്റി മോണിറ്ററിംഗ് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബ്രെയിൻ പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്യുന്നു, ബ്രെയിൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, കോഗ്നിറ്റീവ് ടാസ്കുകൾ എങ്ങനെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ ബ്രെയിൻ ഇമേജിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഡെഫക്ട്സ് ഇവിടെ എന്ന് വെച്ചാൽ ബ്രെയിൻ സ്ട്രക്ചറും ആക്ടിവിറ്റിയും നമ്മൾ അറിയുവാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച്. ഇപ്പോൾ എക്സാമ്പിൾ MRI, PET സ്കാൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് മോർട്ടം സ്റ്റഡീസ് ആണ്. ഇവിടെ നമ്മൾ അനലൈസിംഗ് ദ ബ്രെയിൻ ഓഫ് ഡിക്രീസ്ഡ് ഇൻഡിവിജ്വൽ ടു കോറിലേറ്റ് ബ്രെയിൻ സ്ട്രക്ചർ വിത്തിൻ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ ഒബ്സർവ് ഡ്യൂറിംഗ് ലൈഫ്. സോ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഒരാളുടെ ബ്രെയിൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ലൈക്ക് ത്രൂ ഔട്ട് ലൈഫിൽ എങ്ങനെയാണ് ഒരാൾ ബ്രെയിൻ ഫങ്ഷൻസുകൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പം എല്ലാവരുടെയും ബ്രെയിൻ സ്ട്രക്ചർ ചില സമയങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം, അനാട്ടമിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലൊക്കെ വ്യത്യാസം വന്നേക്കാം. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, ഒരാളുടെ ഡ്യൂറിങ് ലൈഫിൽ എങ്ങനെ അയാൾ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് സൈക്കോബയോളജിക്കൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി ആൻഡ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. സോ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു മെത്തേഡ്സ് ആണ് സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് സെൽഫ് റിപ്പോർട്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ തന്നെ എഴുതിയെടുക്കുന്ന രീതിയാണ് സെൽഫ് റിപ്പോർട്ടിങ്. ഒരാൾ തന്നിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് തരുവാണ്, നിങ്ങളിത് എഴുതിക്കോളൂ, നിങ്ങൾക്ക് അനുസരിച്ച് അറിയുന്ന രീതിയിൽ എഴുതിക്കോളൂ എന്ന് പറയുന്ന പോലെ. ഇനി കേസ് സ്റ്റഡിയാണ്. ഇവിടെ ഇൻഡെപ്ത് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഫിനോമിന വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ് കേസ് സ്റ്റഡി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്, ലബോറട്ടറി കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരാൾ നോർമലി എങ്ങനെ ജോലി ചെയ്യുന്നു, ഒരാൾ എങ്ങനെ പോയി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവില്ല. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്ന് പറയുന്നു. ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻസുകൾ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഹ്യൂമൻസ് ചെയ്യുന്നു. പിന്നെ ബ്ലറിംഗ് ഓഫ് ബൗണ്ടറി, സം ടൈം കമ്പ്യൂട്ടർ സ്റ്റിമുലേറ്റ് ആൻഡ് AI അപ്രോച്ച് ഓവർലാപ്പ് കോൺട്രിബ്യൂട്ട് ടു ഡിബേറ്റ് അബൌട്ട് ഹ്യൂമൻ കോഗ്നിഷൻ. ബേസിക്കലി ഹ്യൂമൻ്റെ പല കോഗ്നേറ്റീവ് ആക്ടിവിറ്റിയും ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട്
പറ്റും എന്നുള്ളതാണ്. സിമ്പിളാണ്, ഒന്നുമില്ല അധികമായിട്ടൊന്നും പറയാൻ. ആൻഡ് കോഗ്നേറ്റീവ് സയൻസ്, എ ക്രോസ് ഡിസിപ്ലിനറി ഫീൽഡ്. എന്താണ് കോഗ്നേറ്റീവ് സയൻസ്? കേട്ടിട്ടുണ്ടോ? കോഗ്നേറ്റീവ് സൈക്കോളജി നമ്മൾ പറഞ്ഞതുപോലെ ഒരു കോഗ്നേറ്റീവ് സയൻസ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. സോ കോഗ്നേറ്റീവ് സൈക്കോളജി ഡ്രോ ഇൻസൈറ്റ് ഫ്രം മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. സോ കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊഗ്നീഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വാക്കല്ല, അത് അതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. സൈക്കോബയോളജി, ബ്രെയിൻ ബിഹേവിയർ അറിയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ മോഡൽസ് വെച്ചുകൊണ്ട് മിമിക് ചെയ്യുന്നു. ഫിലോസഫി, സോ എങ്ങനെയാണ് പ്രോസസ്സ് കൊണ്ടുപോകുന്നത്, മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ആൻഡ് ലിംഗ്വിസ്റ്റിക്, ലാംഗ്വേജ് അക്വിസിഷൻ യൂസേജ് എങ്ങനെ. ആൻഡ് ആന്ത്രോപോളജി, സോ കൾച്ചർ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡൊമൈൻ ഓഫ് കോഗ്നേറ്റീവ് സൈക്കോളജി. മിക്കവാറും ഒക്കെ ചോദ്യങ്ങൾ കാണുന്ന ഒരു ഭാഗമാണ്. സോ കീ ഡൊമൈൻസ് ഒരുപാടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കോഗ്നേറ്റീവ് ന്യൂറോ സയൻസ് ആണ്. സോ കോഗ്നേറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, കോഗ്നേറ്റീവ് ഫംഗ്ഷനുമായി എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു, പെർസെപ്ഷൻ എങ്ങനെ, മെമ്മറി എങ്ങനെ, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് വരിക. സോ ഇവിടെ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ നോർമലി എന്ത് ചെയ്യുന്നു വെച്ചാൽ ന്യൂറോ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ കോഗ്നേറ്റീവ് സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ഒരു കൊളാബറേഷൻ അവിടെ ഉണ്ടായിരിക്കും. അതായത് ബ്രെയിനിന്റെ ആക്ടിവിറ്റിയും അതിൻ്റെ കൂടെ തന്നെ ന്യൂറോണൽ അല്ലെങ്കിൽ ന്യൂറോ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂറോ ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. അവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. പറയുവാണെങ്കിൽ ഒരു പാർട്ട് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ ഇൻസ്റ്റന്റ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ബ്രെയിൻ റീജിയൻ ലൈക്ക് ഹൈപ്പോ ക്യാമ്പസ് ആർ ഇൻവോൾവ് ഇൻ മെമ്മറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെമ്മറി ഫോർമേഷൻ. സോ എങ്ങനെയാണ് ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വൺ ഈസ് പെർസെപ്ഷൻ ആണ്. സോ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് സെൻസറി ഇൻഫോർമേഷൻസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നതൊക്കെ. ഇപ്പൊ എക്സാമ്പിൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഒരു എൻവയോൺമെന്റിൽ പോകുമ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചിന്തിച്ചെടുക്കുന്ന രീതി, പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അറ്റൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് പെർസെപ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പാറ്റേൺ റെക്കഗ്നേഷൻ ആണ്. സോ പെർസെപ്ഷനും പാറ്റേൺ റെക്കഗ്നേഷനും ഏകദേശം ഒരുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മീനിങ് ഫുൾ പാറ്റേൺസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഡോറയുടെ പ്രയാണം കാണുവാണെങ്കിൽ മീനിങ് ഫുൾ പാറ്റേൺസ് ആണ്. മല, കാട്, പുഴ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഫെമിലിയർ സോങ്സുകൾ അല്ലെങ്കിൽ ഫ്യൂ നോട്ട്സ്. ഇപ്പൊ ഫെമിലിയർ സോങ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുകയാണ് ചെയ്യേണ്ടാവുക. ഒരു നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുകയും അത് പിന്നെ വായിക്കാൻ ഉപയോഗിക്കുകയും അങ്ങനെയൊക്കെ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ EXAMPLE എന്ന് നമ്മൾ സ്പെല്ല് ചെയ്ത് പഠിക്കുകയും പിന്നെ അത് എക്സാമ്പിൾ എന്ന് തന്നെ അത് വായിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇവിടെ എന്ന് വെച്ചാൽ പാറ്റേൺ റെക്കഗ്നേഷൻ ഇന്റഗ്രേറ്റ് സെൻസറി ഇൻപുട്ട് വിത്ത് സ്റ്റോർഡ് മെമ്മറി ടു മേക്ക് സെൻസ് ഓഫ് സ്റ്റിമുലി. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റിമുലി ഫോം ചെയ്യിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പം എന്തെങ്കിലുള്ള കുറേ ആൽഫബറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ബ്രെയിനിൽ, അത് ഞാൻ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കി പറയുന്നു, അതുപോലെയൊക്കെ കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് അറ്റൻഷൻ ആണ്. എബിലിറ്റി ടു ഫോക്കസ്, അത് തന്നെയാണ്. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അറ്റൻഷൻ നമുക്ക് വേണം എന്തിനു വേണ്ടി, ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി. അപ്പം ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു നോയ്സ് എൻവയോൺമെന്റ് നിന്ന് ബുക്ക് വായിക്കുക, അതെല്ലാവർക്കും പോസിബിളായ കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോൺഷ്യസ്നെസ് ആണ്. എന്താ കോൺഷ്യസ്നെസ്? നമ്മൾ അവെയർ ആവുക, അതാണ് ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ബീയിങ് അവെയർ. ഇത് എക്സ്റ്റേണലും ഇന്റേണൽ എക്സ്പീരിയൻസിലും എങ്ങനെയാണെന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്കറിയാം 12 മണിക്ക് രാവിലെ എണീക്കണം എന്നുള്ളത്. അതൊരു കോൺഷ്യസ്നോട് നിങ്ങൾ കിടക്കാൻ പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോക്ക് നിങ്ങൾക്ക് 10:42 ലൈക്ക് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 10:42 ഓക്കെ, ഇനി എനിക്ക് ഒരു 15 മിനിറ്റ് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഉറങ്ങിയില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കോൺഷ്യസ് മൈൻഡ് തന്നെ കിടക്കുകയല്ലേ ചെയ്യേണ്ടാവുക. അതുപോലെയൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ് തോട്ട്സ് ലൈക്ക് റിമെമ്പറിങ് ഇൻ ബെഡ് ടൈം ആഫ്റ്റർ സീയിങ് ദ ക്ലോക്ക് സ്ട്രൈക്സ് 10:42 PM. സോ ചില സമയങ്ങളിലൊക്കെ നമ്മൾ 10:42 എന്നൊക്കെ പറയും, നമ്മൾ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ, ഇന്ന് നടന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. സോ കോൺഷ്യസ്നെസ് വാസ് ഇഗ്നോർഡ് ബൈ ബിഹേവിയറിസ്റ്റ് ബട്ട് വിച്ച് നോട്ട് വൈറ്റൽ ഏരിയ ഓഫ് റിസർച്ച്. സോ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ടൊരു മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമാണ് അല്ലേ. സോ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ പറയുവാണ് എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റൽ ഏരിയ ഓഫ് റിസർച്ച് എന്നും കൂടെ വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. സോ പിന്നെ വേറൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടത്, കോൺഷ്യസ്നസ് നമുക്ക് വേണം, വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോഗ്നിഷൻ പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പറഞ്ഞതുപോലെ ഇറ്റ് ഇൻക്ലൂഡ് തോട്ട് ലൈക്ക് റിമെമ്പറിങ് ഇൻ ബെഡ് ടൈം ആഫ്റ്റർ സീയിങ് ക്ലോക്ക് സ്ട്രൈക്സ് 10:42.
അപ്പം 10-40 ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നത് പോലെ. സോ മെമ്മറി പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, റീകോൾ ഇൻഫർമേഷൻസ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക, റീറ്റെയിൻ ചെയ്യുക, റീകോൾ ചെയ്യുക. സോ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഷോർട്ട് ടേം ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ പെട്ടെന്ന് റിമെമ്പർ ചെയ്യുക. ലോങ് ടേം ആണെങ്കിൽ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. മെമ്മറി എന്ന് പറയുന്നത് ലാംഗ്വേജ് ആയാലും ഡിസിഷൻ മേക്കിങ്ങിനായാലും ഈവൻ എഡ്യൂക്കേഷൻ പർപ്പസിൽ പോലും നമുക്ക് ആവശ്യമാണ്. കാര്യം ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് ആണ്. സോ റീപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻഫർമേഷൻസ് നമ്മൾ എന്താണ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ വെക്കാറുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇൻഡിവിജ്വൽസുകൾ ആ നോളജ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്, നമ്മൾ പഠിക്കാറുണ്ട് വായു ഇല്ലാത്തടത്ത് കത്തില്ല. എന്ത് കത്തില്ല? തീ കത്തില്ല. നമുക്കറിയാം. അപ്പോൾ ഒരാൾ കിണറ്റിലിറങ്ങാൻ പോകുന്നതിന് മുന്നേ അവിടെ വായു ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നു. ഇത് തന്നെയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ഇമാജറി ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വിഷ്വൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം, എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇന്ന വഴി കൂടെ പോകണം. നമ്മൾ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫുൾ കാര്യം ഉണ്ടാവും. ഏത് വഴി പോകണം, എങ്ങനെ പോകണം, ട്രാഫിക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വരെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ്. ലാംഗ്വേജ് എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നോളജ് പോലെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്താ ലാംഗ്വേജ് എന്ന് വെച്ചാൽ. അപ്പം മെമ്മറി, കോഗ്നിഷൻ പ്രോസസ്സിനൊക്കെ ബേസിക് ആയിട്ടൊരു സെൻട്രൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു കുഞ്ഞു കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് നോളജ് പോലും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ദ ഫീൽഡ് സ്റ്റഡി ഹൗ കോഗ്നിറ്റീവ് എബിലിറ്റി ഡെവലപ്പ് ത്രൂ ഔട്ട് ലൈഫിൽ എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, അതിനാണ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി. സോ ഇവിടെ ഒരു കുഞ്ഞു കുട്ടി മുതൽ വലിയ ആളായിട്ട് വരുന്നത് വരെ എങ്ങനെയാണ് അവർ ചിന്തിക്കുന്ന പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. സൈക്കോളജിസ്റ്റ് ജീനാണ് ബേസിക്കലി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് തിങ്കിങ് ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷൻ ആണ്. തിങ്കിങ്, ചിന്തിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതും അത് മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഈ തിങ്കിങ് ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ ഐഡിയാസ്, സിമിലർ ഐഡിയാസ് ഇപ്പം കൊണ്ടുവരുന്നത്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുമ്പോൾ ഒരേപോലെയുള്ള ഒരു ഐഡിയ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത് തിങ്കിങ് കൺസെപ്റ്റ് ഫോർമേഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എല്ലാവരും ഗ്രൂപ്പും കൂടെ ചേർന്നു ഒരു വിഷൻ തരുവാണ്, നിങ്ങൾ നദിയെ പറ്റി എഴുതണം. അപ്പം നദിയെ പറ്റി എഴുതുന്ന പറയുമ്പോൾ എല്ലാവരും നദിയെ പറ്റി ചിന്തിക്കും. നമ്മൾ കുറച്ച് പേര് കാട്, കുറച്ച് പേര് ആകാശം, അങ്ങനെയല്ല ചിന്തിക്കുക, ആ ഒരു രീതി. സോ ഇവിടെയും പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ക്രിയേറ്റിവിറ്റി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. സോ എപ്പോഴും നമ്മൾ ഏതൊരു ടോപ്പിക്കിലും സൈക്കോളജിയിൽ എഐക്ക് ഒരുപാട് ഉപയോഗം ഇപ്പോൾ തന്നെയുണ്ട്. പ്രോബ്ലം സോൾവിങ്, ലേണിംഗ്, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എഐ ഒരുപാട് ഇപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. സോ ഇത്രയേ ഉള്ളൂ ഡൊമൈൻസ് ഓഫ് സൈക്കോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അത്രയും പഠിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. സോ പണ്ട് കാലങ്ങളിലൊക്കെ സൈക്കോളജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇയർലി ഈജിപ്ഷ്യൻസ് ഒക്കെ വിചാരിച്ചിരുന്നത് ഈ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൂടെയാണ് നമുക്ക് നോളജും അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു എന്നൊക്കെയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. പിന്നെ പ്ലാറ്റോ വിചാരിച്ചത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വാസ് ദ ലോക്കസ് ഓഫ് നോളജ്. സോ നോളജ് എന്ന് പറയുന്നത് ബ്രെയിൻ തന്നെയാണ്. ആൻഡ് ഈ ഒരു കാര്യം പണ്ട് മുതലേ നമുക്ക് എന്താണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ഡിപ്പ് ബിറ്റ്വീൻ എംബറിസ്റ്റ് ആൻഡ് നാറ്റിവിസ്റ്റ്. എംബറിസ്റ്റ് വെച്ചാൽ നോളജ് ഫ്രം എക്സ്പീരിയൻസ്, നാറ്റിവിസ്റ്റ് ഇനേറ്റ് ബ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിന്യൂസ് ടു സ്റ്റേ. ഇത്രയും നാളും നമുക്ക് ഇപ്പോഴും അറിയില്ല മനസ്സ് എവിടെയെന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും തലയിലാണ്, ചില ആൾക്കാർ പറയും ഹൃദയത്തിലാണ് എന്നൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും അതിനെ പറ്റി പല ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് റിനസൻസ് ആൻഡ് ബിയോണ്ട്. സോ പിന്നെയാണ് മനസ്സിലായത് കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല സെൻസറി എക്സ്പീരിയൻസ്, പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് അറിയുന്ന നോളജ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ബ്രിട്ടീഷ് എംബറിസ്റ്റ് ലൈക്ക് ജോർജ് ആൻഡ് ഡേവിഡ് പ്രപ്പോസ് ദാറ്റ് നോളജ് ഹാസ് 3 types. നോളജ് 3 തരത്തിലുണ്ട്. ഡയറക്റ്റ് സെൻസറി ഈവൻ, ഫെയിൻ കോപ്പി സ്റ്റോർഡ് ഇൻ മെമ്മറി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫെയിൻ കോപ്പി ത്രൂ തോട്ട്സ്. സോ ഡയറക്റ്റ് സെൻസറി ഇവൻസുകൾ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഫെയിൻ കോപ്പി, അതായത് നമുക്ക് അത്ര ക്ലിയർ അല്ല എന്നാൽ സ്റ്റോർഡ് മെമ്മറിയിലൂടെ ഒരു ചെറിയൊരു കോപ്പീസ് ഓഫ് മെമ്മറി നമുക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് ഫെയിൻ കോപ്പി ത്രൂ തോട്ട്സ്, നമ്മൾ ഈ ഫെയിൻ കോപ്പീസ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ തോട്ടുകളായിട്ട് മാറ്റുന്ന രീതി.
സോ ലേറ്റ് 90th സെഞ്ചുറിയിലാണ് കൂടുതൽ ഡെവലപ്മെന്റ് വന്നു തുടങ്ങിയത്. സോ ഏർലി സൈക്കോളജിസ്റ്റ് ലൈക്ക് വില്യം ഹെർമൻ ആൻഡ് വില്യം ജെയിംസും ഒക്കെ ഒരുപാട് ഫിലോസഫി ടു എംപിറിക്കൽ റിസർച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ആക്ച്വൽ കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന് അവർ കൊണ്ടുവന്നുള്ളതാണ്. സോ 2 മേജർ അപ്രോച്ച് ആണ് ഇതിൽ നിന്നുണ്ടായത്, ലേറ്റ് 90s ഉണ്ടായത്. സ്ട്രക്ചറലിസം, ഫോക്കസ്ഡ് ഓൺ മെന്റൽ സ്ട്രക്ചർ. സോ എങ്ങനെയാണ് മെന്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ലെൻ ബൈ വുണ്ട് ആൻഡ് ചിഗ്നോ. ആൻഡ് ഫങ്ഷണലിസം കൊണ്ടുവന്നു, ഫോക്കസ് ഓൺ മെന്റൽ പ്രോസസ് ആണ് ലീഡ് ബൈ ജെയിംസ് ആൻഡ് അതേഴ്സ്. ഇങ്ങനെയാണ് ലേറ്റ് 90s ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ ഏർലി 20s ബിഹേവിയറിസം ആൻഡ് ജസ്റ്റൽ സൈക്കോളജി വന്നു എന്നുള്ളതാണ്. ഇവിടെ കൂടുതലും ബിഹേവിയറിസം ആണ് കൂടുതലും ഫോക്കസ് ചെയ്തത് ഓൺ ഒബ്സർവ്ഡ് ബിഹേവിയർ റാദർ ദാൻ ഇന്റൽ മെന്റൽ പ്രോസസ്. ഇന്റൽ മെന്റൽ പ്രോസസിനേക്കാൾ കൂടുതൽ ഒബ്സർവ്ഡ് ബിഹേവിയർ ആണ് കൂടുതലും കൊണ്ടുവന്നിരുന്നത്. ആൻഡ് ജസ്റ്റൽ സൈക്കോളജി കൂടുതലും എംഫസൈസ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പിലൊക്കെ കൂടുതൽ 1-to-1 കാണിക്കില്ലേ, 1-to-1 എങ്ങനെ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നു, റിയാലിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 1930s പൈനറിംഗ് വർക്ക്സ് വന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വർക്കുകളൊക്കെ ഒരുപാട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കോഗ്നേറ്റീവ് മാപ്സ്, അതായത് എഡ്വേർഡ് പോലുള്ള ആൾക്കാരൊക്കെ ഐഡിയ ഓഫ് കോഗ്നേറ്റീവ് മാപ്സ്, പിന്നെ ആനിമൽ ലേൺ ദ ലേ ഔട്ട് ഓഫ് മെയ്സ് റാദർ ദാൻ സിമ്പിൾ സ്റ്റിമുലസ് റെസ്പോൺസ് പാറ്റേൺ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ എലികളെയൊക്കെ മെയ്സ് അറിയാലോ നിങ്ങൾക്ക് ഓൾറെഡി, അതായത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഊട് വഴികൾ പോലെയൊക്കെ ഉള്ള അതിനകത്തൂടെ ഇങ്ങനെ കടത്തി വിടുകയും അങ്ങനെ എങ്ങനെയാണ് മൃഗങ്ങളൊക്കെ ഈ മെയ്സ് കണ്ടുപിടിക്കുന്നത് അതെങ്ങനെ ഒബ്സർവ് ചെയ്തു, അങ്ങനെ സ്റ്റിമുലസ് ഒക്കെ കൊടുക്കുമ്പോൾ ഓരോ പാറ്റേൺസ് മനസ്സിലാക്കുന്ന രീതിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളതാണ്. ആൻഡ് ഫ്രെഡറിക്സ് ആണെങ്കിൽ ഒരുപാട് റിജക്റ്റഡ് സ്റ്റഡിങ് മെമ്മറി വിത്ത് നോൺ സെൻസ് സിലബസ്, അഡ്വക്കേറ്റിംഗ് ഫോർ മീനിങ് ആൻഡ് നാച്ചുറലിസ്റ്റിക് മെറ്റീരിയൽ. സോ മെമ്മറീൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിനൊക്കെ റിജക്ട് ചെയ്യുകയും പിന്നെ വിത്ത് നോൺസെൻസ് സിലബസ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ പല ആൾക്കാരും പല കാര്യങ്ങളും പറയും. സോ പിന്നെ വരുമ്പോൾ നമ്മളത് റിജക്ട് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ആക്ച്വൽ മീനിങ്ങിലൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്നതും നാച്ചുറലിസ്റ്റിക് മെറ്റീരിയൽസുകൾ കൂടുതൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യം തന്നെയാണ്. പിന്നെയാണ് 1950s കോഗ്നേറ്റീവ് റെവല്യൂഷൻ നടക്കുന്നത്. സോ അവിടെ ഫെയിലിയർ ഓഫ് ബിഹേവിയറിസം. സോ ബിഹേവിയറിസത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ബിഹേവിയറിസം അങ്ങനെ ഒരു കുഡ് നോട്ട് എക്സ്പ്ലെയിൻ കോംപ്ലക്സ് ഹ്യൂമൻ ബിഹേവിയർ. സോ കോംപ്ലക്സ് ഒരു ഹ്യൂമൻ ബിഹേവിയറിന് ഈ ബിഹേവിയറിലിസം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാംഗ്വേജ് അക്വിസിഷൻ, മെമ്മറിലൊന്നും ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ തെറാപ്പി, സോ സിഗ്നൽ ഡിറ്റക്ഷൻ, അറ്റൻഷൻ, ഇൻഫർമേഷൻ പ്രോസസ്സിങ്, ഇമോഷൻ, അങ്ങനെയുള്ള സെഷൻസിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ കൊണ്ടുവന്നു. ആൻഡ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, സോ ലാംഗ്വേജ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് മെമ്മറി റിസർച്ച്, സോ എങ്ങനെയാണ് നമ്മൾ മെമ്മറി എങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിൽ മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്നു, റിട്രൈവ് ചെയ്യുന്ന രീതിയൊക്കെ ഒരുപാട് മോഡൽസുകളും അതർ കോഗ്നേറ്റീവ് പ്രോസസ്സും ഒക്കെ കൂടുതലായി പഠിച്ചു എന്നുള്ളതാണ്. സോ 1950 ശേഷമാണ് കോഗ്നേറ്റീവ് സൈക്കോളജിക്ക് ഒരു വലിയൊരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ്. പിന്നെ എഐൻ്റെ കാര്യം വന്നു. എ ആണെങ്കിൽ റീമിക്സ് ചെയ്യാൻ തുടങ്ങി. ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ റീമിക്സ് ചെയ്യാൻ തുടങ്ങി. അതായത് പ്രോബ്ലം സോൾവിങ്ങിൽ പോലും എഐൻ്റെ യൂസുകൾ വന്നു എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററി ചോദിക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും എഴുതണം, ഇത്രയും നിർബന്ധമായിട്ട് ഇരിക്കണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് കീ ഇഷ്യൂ ഇൻ സ്റ്റഡി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉണ്ടാകുന്ന കീ ഇഷ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് പറയേണ്ടത്? കീ ഇഷ്യൂസ് ആണ്. സോ നേച്ചർ വേഴ്സസ് നെർച്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ആണ് നമുക്ക് ഇതുള്ളത്, ഡൊമൈൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഡിബേറ്റുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ നേച്ചർ വീസ് നേച്ചർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഐഡിയാസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഒക്കെ ഇൻബോൺ ആണ്, ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ എക്സാമ്പിൾ, കുഞ്ഞു കുട്ടികൾക്ക് മുഖങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന പോലെ. നെർച്ചർ എന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് കാരണം കോഗ്നിറ്റീവ് പ്രോസസ്സൊക്കെ ഷേപ്പായി വരുന്നു അല്ലെങ്കിൽ ഉണ്ടായി വരുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ലാംഗ്വേജ് ലേൺ ഒക്കെ ചെയ്യില്ലേ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ, അതൊക്കെ. ഇപ്പോൾ ബാലൻസ് വ്യൂ നോക്കുവാണെങ്കിൽ എല്ലാ സൈക്കോളജിസ്റ്റും, അതായത് മോസ്റ്റ് ഓഫ് സൈക്കോളജിസ്റ്റും ഈ ജനറ്റിക് ആയാലും എൻവയോൺമെൻറ്റിലും ഒരേപോലെ ക്രൂഷ്യലായിട്ട് നിൽപ്പുണ്ട് എന്ന് തന്നെയാണ് അവർ പറയാറുള്ളത്. അതിലൊരു മാറ്റമില്ല. സോ റേഷണലിസം വേഴ്സസ് എംപിരിസം. സോ റേഷണലിസം മീൻസ് ബിലീവ് ട്രൂത്ത് ക്യാൻ ബി ഡിസ്കവർ ത്രൂ ലോജിക്കൽ റീസണിങ് ആൻഡ് എക്സിസ്റ്റിംഗ് നോളജ്. നമുക്ക് അറിയുന്ന വിവരം വെച്ചിട്ടോ ലോജിക്കൽ റീസണിങ് വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രൂത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഡെവലപ്പിംഗ് കോഗ്നിറ്റീവ് മോഡൽ ബേസ്ഡ് ഓൺ ലോജിക്കൽ അസംഷൻ വെച്ചിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്
കൊണ്ടുവരുന്നു. ആൻഡ് എംപിരിസം പറയുവാണെങ്കിൽ ആർഗ്യൂസ് ദാറ്റ് നോളജ് കം ഫ്രം സെൻസറി എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ. സെൻസറി എക്സ്പീരിയൻസും ഒബ്സർവേഷനിലൂടെയാണ് നോളജ് വരുന്നു എന്ന് പറയുന്നു. സോ ഇത് രണ്ടും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ള കാര്യമാണ്, അല്ല രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഈ സ്ട്രക്ചർ വേഴ്സസ് പ്രോസസ് ആണ്. സ്റ്റഡി ദ കമ്പോണന്റ്, കണ്ടന്റ് ആൻഡ് ആട്രിബ്യൂട്ട് ഓഫ് ഹ്യൂമൻ മൈൻഡ്. സോ കമ്പോണന്റും കണ്ടന്റും ഒക്കെ പഠിക്കുന്നതാണ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലോറിംഗ് ബ്രെയിൻ മെമ്മറി സെന്റർ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് ആണ്. ഇവിടെ ഫോക്കസ് ഓൺ ഹൗ കോഗ്നേറ്റീവ് ഓപ്പറേഷൻ ഫംഗ്ഷൻ ഓവർ ടൈം. ഓരോ സമയം കൂടും കോഗ്നേറ്റീവ് ഓപ്പറേഷൻസ് എങ്ങനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യില്ലേ, ആദ്യം ഇന്ന കാര്യം ചെയ്ത് പിന്നെ അങ്ങനെ ചെയ്യില്ല. അതാണ് ഇത് രണ്ടും ഒരുപോലെ കോഗ്നേഷൻ അത്യാവശ്യം തന്നെയാണ്. നെക്സ്റ്റ് ജനറലിറ്റി വേസ് ഡൊമൈൻ സ്പെസിഫിസിറ്റി ആണ്. ഡൊമൈൻ ജനറലിറ്റി എന്താണ്? സജസ്റ്റ് കോഗ്നേറ്റീവ് പ്രോസസ് ആൻഡ് സിമിലർ അക്രോസിംഗ് മൾട്ടിപ്പിൾ ഡൊമൈൻ. സോ എന്താണ് സജസ്റ്റ് കോഗ്നേറ്റീവ് പ്രോസസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, സിമിലർ അക്രോസ് മൾട്ടിപ്പിൾ ഡൊമൈൻസിൽ എന്താണ് സിമിലർ കാര്യങ്ങൾ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. മെമ്മറി ഫങ്ഷൻ സിമിലർ ഇൻ റീഡിങ് ആൻഡ് പ്ലേയിങ് ഗെയിം. സോ നമുക്ക് വായിക്കുമ്പോഴും കളിക്കുമ്പോഴും നമുക്ക് മെമ്മറി ആവശ്യമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ഡൊമൈൻസ് ആയിരിക്കും, എന്നാൽ ഒരു കാര്യം തന്നെ ഡിഫറെൻറ്റ് ഡൊമൈനിൽ നമുക്ക് വേണ്ടി വരും. അതാണ് ഡൊമൈൻ ജനറലിറ്റി. ഡൊമൈൻ സ്പെസിഫിറ്റി ആണെങ്കിലോ ഒരൊറ്റ കാര്യത്തിൽ മാത്രം, പെർട്ടിക്കുലർ ടാസ്കിൽ വേണ്ടി മാത്രം, ഫേഷ്യൽ റെക്കഗ്നേഷൻ ആസ് എൻ യുണീക്ക് കോഗ്നിറ്റീവ് ഡൊമൈൻ. സോ അത് ഒരാളുടെ മുഖം കണ്ടാൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ആണ് എന്ന് പറയുന്ന പോലെ. ഇനി വാലിഡിറ്റി ഓഫ് കേഷ്യൽ ഇൻ്റർഫിയറൻസ് വേസ് എക്കോളജിക്കൽ വാലിഡിറ്റി ആണ്. സോ കേഷ്യൽ ഇൻ്റർഫിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈങ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഇവിടെ എങ്ങനെയാണ്? കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് ആണ് ആൻഡ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈങ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. എന്താണ് അതിന് കാരണം, അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് മെഷറിങ് മെമ്മറി റീകോൾ, ഒരാൾ എങ്ങനെയാണ് മെമ്മറി റീകോൾ ചെയ്യുന്നു എന്നുള്ളത് ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യുന്നത് പോലെ. എക്കോളജിക്കൽ വാലിഡിറ്റി ഉണ്ട്. എംഫസൈസ് റിയൽ വേൾഡ് സിനാരിയോ ടു മെയിൻ നാച്ചുറൽ കണ്ടീഷൻ. സോ നാച്ചുറൽ കണ്ടീഷൻ എങ്ങനെയാണോ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ഒബ്സർവിങ് മെമ്മറി ഇൻ എവറിഡേ ടാസ്ക്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നാച്ചുറൽ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് നടക്കുക, അതിനിടയിൽ തന്നെ അവരുടെ മെമ്മറി ടാസ്ക് എങ്ങനെ ചെയ്യുന്നു, ഏത് രീതിയിൽ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയില്ലേ, ആ രീതി തന്നെയാണ്. ആൻഡ് ബാലൻസ് വ്യൂ. സോ ബോത്ത് കൺട്രോൾഡും നാച്ചുറലിസ്റ്റിക് റിസർച്ചും നമുക്ക് എന്താണ് അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അപ്ലൈസ് വേഴ്സസ് ബേസിക് റിസർച്ച് ആണ്. സോ അപ്ലൈസ്ഡ് എങ്ങനെയാണ്? നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി. ബേസിക് റിസർച്ച് എങ്ങനെയാണ്? ഫണ്ടമെന്റൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത് എയിം ചെയ്ത് ചെയ്യുന്ന രീതിയാണ്. സോ രണ്ട് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഈ രണ്ട് രീതിയും നമ്മുടെ റിസർച്ചിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ബയോളജിക്കൽ വേഴ്സസ് ബിഹേവിയറൽ മെത്തഡാണ്. ബയോളജിക്കൽ ബ്രെയിൻ ഫംഗ്ഷൻ, ഇമേജിംഗ് ടെക്നിക്, നമുക്ക് പഠിച്ച കാര്യം. ബിഹേവിയർ മെത്തഡ് ആണെങ്കിലോ ഒരാളുടെ ഒബ്സർവ്ഡ് ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ആക്യുറസി എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മെഷർ ചെയ്യുന്ന രീതിയാണ് എന്താണ് ബിഹേവിയറൽ മെത്തേഡ്. സോ ഇതൊക്കെ എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി കീ ഐഡിയാസ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി. സോ കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് നമുക്ക് കോഗ്നിറ്റീവ് സൈക്കോളജി ഗൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഡേറ്റ ആൻഡ് തിയറി ആൻഡ് are interdependent. So empirical data are essential for validating theory and theories help explain the data. So empirical data, അത് ഒബ്സർവേഷൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് ഡേറ്റാസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മറി എക്സ്പെരിമെന്റ് പ്രൊവൈഡ് ഡേറ്റ ടു റിഫൈൻ മോഡൽ ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോറേജ്. സോ മെമ്മറി എക്സ്പെരിമെന്റ്സ് നമുക്ക് പ്രോപ്പറായ ഡേറ്റ തരും, അത് മാത്രം നമ്മുടെ മോഡൽസിനൊക്കെ റിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി കോഗ്നിഷൻ ജനറലി അഡാപ്റ്റീവ്. സോ കോഗ്നേറ്റീവ് പ്രോസസ് ഹെൽപ്പ് ഹ്യൂമൻ അഡാപ്റ്റ് ടു ദിയർ എൻവയോൺമെന്റ്. സോ കോഗ്നേറ്റീവ് പ്രോസസ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ ഇത് നമ്മൾ കോഗ്നേറ്റീവ് സൈക്കോളജിയുടെ ടോട്ടൽ കീ ഐഡിയാസ് ആണ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇനി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ കോഗ്നേറ്റീവ് ആൻഡ് നോൺ കോഗ്നേറ്റീവ് പ്രോസസ്. കോഗ്നേറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ മെമ്മറി പെർസെപ്ഷൻ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷണൽ മോട്ടിവേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ വെറൈറ്റി ഓഫ് സയന്റിഫിക് മെത്തേഡ്സ്. സോ കോഗ്നേറ്റീവ് സൈക്കോളജീസ് സൈക്കോളജിസ്റ്റുകൾ തന്നെ ഒരുപാട് റിസർച്ച് മെത്തേഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. കൺട്രോൾ ടു നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. സോ ഇതെല്ലാം നമുക്ക് എന്താണ് ഈ ഒരു റിയൽ ടൈം വേൾഡ് സ്റ്റഡീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം. ആൻഡ് ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ചർ ഇന്റർ കണക്റ്റഡ്. സോ അപ്ലൈഡും എന്താണ് നമ്മുടെ ബേസിക്കും ഇന്റർ കണക്റ്റഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ടെക്നോളജിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബേസിക് റിസർച്ചുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ.
സോ ഇത് നമ്മുടെ കോഗ്നേറ്റീവ് സയൻസും ന്യൂറോണൽ കോഗ്നേറ്റീവ് സൈക്കോളജിയുടെയും ജസ്റ്റ് ബ്രീഫും നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ സമ്മറിയുമാണ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, നമ്മൾ മനസ്സിലാക്കിയ സിമ്പിൾ ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇവിടുന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡൊമൈൻസ് നിർബന്ധമായിട്ടും പഠിക്കണം, അതിലൂടെ കീ ഇഷ്യൂസ് നോക്കുക. ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീഫ് ഹിസ്റ്ററിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമൈൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാര്യം അവിടെ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.